നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന അയൽക്കാരനോ നമ്മളോട് മത്സരിക്കുന്ന സഹപ്രവർത്തകനോ ആണോ നമ്മുടെ യഥാർത്ഥ ശത്രു? അല്ല. ആ ശത്രു പുറത്തെവിടെയോ ഇരിക്കുന്ന ഒരാളല്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന, നമ്മുടെ വിജയത്തിന് തടയിടുന്ന, നമ്മളെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന നമ്മുടെ തന്നെ ശീലങ്ങൾ. മഹാനായ ആചാര്യൻ ചാണക്യൻ പറയുന്നു, ഒരു വ്യക്തിയുടെ നാശത്തിന് ഒരുപാട് കാരണങ്ങൾ വേണ്ട, അയാളുടെ ദുശ്ശീലങ്ങൾ മാത്രം മതി. ഒരു വലിയ മരത്തെ ഒരു ചെറിയ ചിതൽ എങ്ങനെയാണോ ഉള്ളിൽ നിന്ന് തിന്നു തീർക്കുന്നത്, അതുപോലെയാണ് ഈ ദുശ്ശീലങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരം 10 ദുശ്ശീലങ്ങളെക്കുറിച്ചാണ്. ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ 10 ശീലങ്ങൾ. ഇവയെ തിരിച്ചറിയുകയും ജീവിതത്തിൽ നിന്ന് പറിച്ചറിയുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഭാവി പൂർണ്ണമായും അന്ധകാരമായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഈ ശീലങ്ങളുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുക. ഒന്നാമത്തെ ശീലം നാളേക്ക് മാറ്റിവെക്കുന്ന ശീലം അഥവാ പ്രൊക്രാസ്റ്റിനേഷനാണ്. ഇന്നത്തെ കാര്യം നാളേക്ക്. നമ്മളിൽ എത്ര പേർ ഈ വാക്കുകൾ പറയാറുണ്ട്? ചെയ്യേണ്ട ജോലികൾ, എടുക്കേണ്ട തീരുമാനങ്ങൾ എല്ലാം നമ്മൾ ഒരു കാരണവുമില്ലാതെ നാളേക്ക് മാറ്റിവെക്കുന്നു. എന്തുകൊണ്ടാണിത്? ചിലപ്പോൾ പരാജയപ്പെടുമോ എന്ന ഭയം കൊണ്ട്, ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ശരിയാകണം എന്ന അമിതമായ ചിന്ത കൊണ്ട്. എന്നാൽ കാരണം എന്തുതന്നെയായാലും ഫലം ഒന്നാണ്: നാശം. ചാണക്യൻ പറയുന്നു, കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത്, ഭാവിയെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടരുത്. വിവേകമുള്ളവർ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു. ഓർക്കുക, നാളെ എന്നത് ഒരു ഉറപ്പില്ലാത്ത വാഗ്ദാനമാണ്. ഇന്ന് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള യാഥാർത്ഥ്യം. നിങ്ങൾ മാറ്റിവെക്കുന്ന ഓരോ ജോലിയും ഒരു പലിശ പോലെയാണ്. നിങ്ങൾ വൈകുന്തോറും അതിന്റെ ഭാരം കൂടിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ ആ ഭാരത്തിന് കീഴിൽ നിങ്ങൾ പൂർണ്ണമായും തകർന്നുപോകും. നിങ്ങൾ മാറ്റിവെക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ വിജയത്തിൽ നിന്ന് നിങ്ങൾ അകന്നുപോകുകയാണെന്ന് തിരിച്ചറിയുക. രണ്ടാമത്തെ ശീലം അമിതമായ ഉറക്കം. വിശ്രമം ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ അത് അമിതമായാലോ? ഒരു വിദ്യാർത്ഥിക്ക് അമിതമായ സുഖസൗകര്യങ്ങൾ എങ്ങനെയാണോ ദോഷം ചെയ്യുന്നത്, അതുപോലെയാണ് അമിതമായ ഉറക്കം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്. അലസതയുടെ ഏറ്റവും വലിയ ലക്ഷണമാണത്. ദിവസത്തിലെ വിലപ്പെട്ട മണിക്കൂറുകൾ ഉറങ്ങിത്തീർക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് വിജയിക്കാൻ സാധിക്കുന്നത്? പ്രഭാതത്തിലെ ബ്രഹ്മമുഹൂർത്തം എന്നറിയപ്പെടുന്ന സമയം അവസരങ്ങളുടെ ഖനിയാണ്. ആ സമയത്ത് ഉണർന്നിരിക്കുന്ന മനസ്സിന് എന്തും വേഗത്തിൽ ഗ്രഹിക്കാനുള്ള അപാരമായ കഴിവുണ്ട്. എന്നാൽ ആ വിലപ്പെട്ട സമയം ഉറങ്ങിത്തീർക്കുന്നവൻ തനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത്. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുണർന്നവനാണ് ലോകം കീഴടക്കുന്നത്, അല്ലാതെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും ഉറങ്ങുന്നവനല്ല. നമ്മുടെ മൂന്നാമത്തെ ശീലം മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുന്നത്. സ്നേഹം നല്ലതാണ്, വിശ്വാസം നല്ലതാണ്. എന്നാൽ ആരെ വിശ്വസിക്കണം എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ വിവേകം. ചാണക്യൻ പഠിപ്പിക്കുന്നു, ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റൊരാളുമായി പങ്കുവെക്കരുത്. അത് നിങ്ങളെ നശിപ്പിക്കും. നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ തേൻ പുരട്ടിയ വാക്കുകളുമായി വരുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളാകണമെന്നില്ല. അവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ പഠിക്കുക. നിങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കിയാൽ ഈ ലോകം നിങ്ങളെ അതിക്രൂരമായി ചൂഷണം ചെയ്യും. നിങ്ങളുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവർ ഈ ലോകത്തിൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എപ്പോഴും കണ്ണും കാതും തുറന്നുവെക്കുക. സ്വർണം ഉരച്ചും മുറിച്ചും ചൂടാക്കിയുമാണ് അതിന്റെ ശുദ്ധി തിരിച്ചറിയുന്നത്. അതുപോലെ മനുഷ്യരെ അവരുടെ പ്രവൃത്തികളിലൂടെയും കാലത്തിലൂടെയും പരീക്ഷിച്ചു മനസ്സിലാക്കുക. ആരെ വിശ്വസിക്കണം, ആരെ അകറ്റി നിർത്തണം എന്ന് കൃത്യമായി പഠിക്കുക. നാലാമത്തേത് അനാവശ്യമായ തർക്കങ്ങൾ. വാദിച്ച് ജയിക്കുന്നതിലല്ല, മൗനം കൊണ്ട് കീഴടക്കുന്നതിലാണ് മഹത്വം. അറിവില്ലാത്തവരുമായി തർക്കിക്കുന്നത് ചുമരിൽ തലയിടുന്നതുപോലെയാണ്. നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. നിങ്ങളുടെ ഊർജവും സമയവും വളരെ വിലപ്പെട്ടതാണ്. 1 മണിക്കൂർ ഒരാളുമായി തർക്കിച്ചു ജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? ആ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു കാര്യം പഠിക്കാമായിരുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാമായിരുന്നു. ചിലപ്പോൾ ഒരു തർക്കത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഭീരുത്വമല്ല, വിവേകമാണ്. നിങ്ങളുടെ മാനസിക സമാധാനമാണ് ഏറ്റവും വലുത്. അത് അനാവശ്യമായ തർക്കങ്ങൾക്ക് വേണ്ടി കളയാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനായി ഉപയോഗിക്കുക. ചിലപ്പോൾ ഏറ്റവും നല്ല ഉത്തരം ഒരു പുഞ്ചിരിയും മൗനവുമായിരിക്കും. അഞ്ചാമത്തേത് പണത്തോടുള്ള അമിതമായ ആർത്തി. പണം ജീവിതത്തിൽ ആവശ്യമാണ്. എന്നാൽ പണം മാത്രമാണ് ജീവിതം എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ധനത്തോടുള്ള അമിതമായ ആർത്തി ഒരുവനെ സത്യസന്ധതയില്ലാത്തവനും ക്രൂരനുമാക്കുന്നു.
അവൻ തന്റെ സ്വന്തം ബന്ധങ്ങളെക്കാൾ പണത്തിന് വില കൽപ്പിക്കുന്നു. അവന്റെ ഉറക്കം നഷ്ടപ്പെടുന്നു. എത്ര കിട്ടിയാലും മതിവരാത്ത ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുന്നു. ധർമ്മത്തിലൂടെ സമ്പാദിക്കുന്ന പണത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അധർമ്മത്തിലൂടെ നേടുന്ന കോടികൾ ഒരുനാൾ മണൽക്കൊട്ടാരം പോലെ തകർന്നു വീഴും എന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. ആവശ്യവും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, എന്നാൽ ആഗ്രഹങ്ങളുടെ പുറകെ വെറുതെ പോയി ജീവിതം നശിപ്പിക്കാതിരിക്കുക. 6. അച്ചടക്കമില്ലായ്മ, ലാക്ക് ഓഫ് ഡിസിപ്ലിൻ. ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു തോണിയെപ്പോലെയാണ് അച്ചടക്കമില്ലാത്തവന്റെ ജീവിതം. എവിടെ തുടങ്ങണം, എവിടെ നിർത്തണം എന്നറിയാതെ അവൻ ജീവിതത്തിൽ അലഞ്ഞുതിരിയുന്നു. ഇന്നൊരു കാര്യം തുടങ്ങും, നാളെ അത് നിർത്തി മറ്റൊന്നിന്റെ പുറകെ പോകും. ഒടുവിൽ ഒരിടത്തും എത്താതെ അവൻ പരാജയപ്പെടും. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകുന്നത് അച്ചടക്കമാണ്. എല്ലാ ദിവസവും കൃത്യമായ സമയത്ത് ഉണരുക, നിങ്ങളുടെ ജോലികൾ കൃത്യമായി ചെയ്യുക, നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ഈ ചെറിയ ശീലങ്ങൾ ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെയാണ്. അവ കൂടിച്ചേരുമ്പോൾ അത് നിങ്ങളെ വിജയത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ഒരു ശക്തമായ ചങ്ങലയായി മാറും. ഈ ചെറിയ ശീലങ്ങളാണ് വലിയ വിജയങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നത്. മറ്റുള്ളവരെ പഴിചാരുന്നത്, ബ്ലെയിമിംഗ് അതേഴ്സ്. പരാജയപ്പെടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാതെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ വിധി, ഇവയെല്ലാം കുറ്റപ്പെടുത്തുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. നിങ്ങളുടെ വിജയത്തിനും പരാജയത്തിനും കാരണം നിങ്ങൾ തന്നെയാണ്. ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ശക്തി ലഭിക്കുന്നു. കാരണം പ്രശ്നം നിങ്ങളുടേതാണെങ്കിൽ അതിന്റെ പരിഹാരവും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. സ്വന്തം തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്നവനാണ് യഥാർത്ഥ വിജയി. പഠനം നിർത്തുന്നത്, സ്റ്റോപ്പിംഗ് ലേണിംഗ്. അറിവ് ഒരു സമുദ്രം പോലെയാണ്. നമ്മൾ എത്ര നേടിയാലും അത് അവസാനിക്കുന്നില്ല. എനിക്ക് എല്ലാം അറിയാം എന്ന് ചിന്തിക്കുന്ന നിമിഷം നിങ്ങളുടെ വളർച്ച എന്നേക്കുമായി നിലയിക്കുന്നു. ഒഴുകാത്ത, കെട്ടിനിൽക്കുന്ന ഒരു ജലാശയം പോലെ നിങ്ങളുടെ മനസ്സ് ദുർഗന്ധപൂരിതമാകും. എപ്പോഴും ഒരു വിദ്യാർത്ഥിയായിരിക്കുക. ഈ ലോകം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ അറിവ് ഒരുപക്ഷെ ഇന്നത്തേക്ക് പര്യാപ്തമാകണമെന്നില്ല. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എപ്പോഴും തയ്യാറാകുക. പുസ്തകങ്ങൾ വായിക്കുക, അറിവുള്ളവരുമായി സംസാരിക്കുക, നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുക. ഓർക്കുക, അറിവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. നെഗറ്റീവ് ചിന്തകൾ. ഒരു പുഴു എങ്ങനെയാണ് മനോഹരമായ ഒരു പൂവിനെ നശിപ്പിക്കുന്നത്, അതുപോലെയാണ് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുന്നത്. എനിക്കിതുകൊണ്ട് സാധിക്കില്ല, ഞാൻ പരാജയപ്പെടും, എന്റെ വിധി ഇതാണ് എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ കഴിവുകളെ ഇല്ലാതാക്കും. നിങ്ങൾ ചിന്തിക്കുന്നതെന്താണോ അതായി നിങ്ങൾ മാറും. ഇതൊരു പ്രപഞ്ച നിയമമാണ്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം. ഒരു തോട്ടക്കാരൻ തന്റെ തോട്ടത്തിൽ നിന്ന് കളകളെ പറിച്ചെറിയുന്നതുപോലെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവ് ചിന്തകളെ പറിച്ചെറിയുക. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. വലിയ സ്വപ്നങ്ങൾ കാണുക. നിങ്ങളുടെ മനസ്സിൽ വിജയത്തിന്റെ വിത്തുകൾ പാകുക. ആരോഗ്യത്തെ അവഗണിക്കുന്നത്, ഇഗ്നോറിംഗ് ഹെൽത്ത്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യമാണ്. കോടികൾ സമ്പാദിച്ചിട്ടും ഒരു നേരത്തെ ഭക്ഷണം സ്വസ്ഥമായി കഴിക്കാനോ ഒന്ന് സമാധാനമായി ഉറങ്ങാനോ സാധിക്കുന്നില്ലെങ്കിൽ ആ സമ്പാദ്യം കൊണ്ട് എന്ത് പ്രയോജനം? നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഉപകരണം. ആ ഉപകരണം തുരുമ്പെടുത്തു പോയാൽ പിന്നെ നിങ്ങളുടെ യാത്ര മുന്നോട്ടു പോകില്ല. പണവും പ്രശസ്തിയുമുണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. ആരോഗ്യമില്ലെങ്കിൽ നിങ്ങൾക്കതൊന്നും ആസ്വദിക്കാൻ കഴിയില്ല. നല്ല ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, ദുശ്ശീലങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ ശരീരത്തെ ഒരു ക്ഷേത്രം പോലെ സംരക്ഷിക്കുക. സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ 10 ശീലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം അത് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. അതൊരെളുപ്പമുള്ള കാര്യമായിരിക്കില്ല, എന്നാൽ അസാധ്യമായ ഒന്നല്ല. ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ഒരു ശീലം മാറ്റാൻ 21 ദിവസം എടുക്കുമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. ആ 21 ദിവസം നിങ്ങൾ നിങ്ങളോട് തന്നെ യുദ്ധം ചെയ്യുക. ആ യുദ്ധത്തിൽ നിങ്ങൾ വിജയിച്ചാൽ ജീവിതത്തിലെ ഏത് യുദ്ധത്തിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഭാവി ശോഭനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.